Hello friends, welcome to Wikivox Malayalam. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രേതഭയത്തെക്കുറിച്ചാണ്. ഇതുവരെ ഒരുപാട് ആളുകളെ ഭയപ്പെടുത്തുകയും ബാധിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു സ്കൂൾ ഹോസ്റ്റലിലാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത്. അവസാനം എന്ത് സംഭവിച്ചുവെന്നറിയാമോ? പേടിച്ചരണ്ട 600ഓളം വിദ്യാർത്ഥികൾ അയ്യോ ഞങ്ങളെ വെറുതെ വിടണേ എന്ന് പറഞ്ഞ് ഹോസ്റ്റൽ ഒഴിഞ്ഞ് സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. ഞാനിത് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് വിശ്വസിക്കാനേ സാധിക്കില്ല. മഹാരാഷ്ട്രയിലെ ഡോമ എന്ന ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആദിവാസി റെസിഡൻഷ്യൽ സ്കൂളിലാണ് സംഭവം നടക്കുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുള്ള താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുള്ള സ്കൂളുകളിൽ ഒന്ന്. മുംബൈയിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 810 ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഇത്തരം സ്കൂളുകളിൽ ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും സൗജന്യമായി നൽകുന്നതിനാൽ കുട്ടികൾ അവിടെ തന്നെ താമസിച്ച് പഠിക്കുകയാണ് പതിവ്. ഈ സ്കൂളിൽ കഴിഞ്ഞ ജൂലൈ മാസം 22-ന് തികച്ചും അസ്വാഭാവികമായ ഒരു കാര്യം സംഭവിച്ചു. അവിടെ പഠിക്കുന്ന 4 പെൺകുട്ടികൾ വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അവർ അനിയന്ത്രിതമായി കരയുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് പേടിപ്പെടുത്തുന്ന രീതിയിലാണ് പെരുമാറിയത്. അതിൽ 2 പെൺകുട്ടികൾ അസാധാരണമായ രീതിയിൽ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ടേയിരുന്നു. സാധാരണ മനുഷ്യരുടെ പെരുമാറ്റത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അവരുടെ ആ ഭാവങ്ങൾ. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ ആകെ പേടിച്ചുപോയി. സ്കൂൾ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ വലിയ ഭയത്തിലായി. ആദ്യം ആ പെൺകുട്ടികളെ ആശ്വസിപ്പിക്കാൻ മറ്റു കുട്ടികൾ ശ്രമിച്ചെങ്കിലും അവരുടെ അടുത്തേക്ക് പോകാൻ പോലും കഴിഞ്ഞില്ല. ഭയം കാരണം കുട്ടികൾ ഓരോരുത്തരായി ചിതറി ഓടുകയും ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികളോടും ഈ വിവരം പറയുകയും ചെയ്തു. ഇതോടെ അവിടെ ഉണ്ടായിരുന്ന 600ഓളം വിദ്യാർത്ഥികൾ ഹോസ്റ്റലും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, ഞങ്ങൾക്ക് വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് പെട്ടിയും കിടക്കയും എടുത്ത് അവിടെ നിന്നും ഇറങ്ങി ഓടി. വെറും 4 പെൺകുട്ടികളിൽ നിന്നും തുടങ്ങിയൊരു സംഭവം ഒരു വലിയ ഹോസ്റ്റൽ മുഴുവനും ഒഴിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ വിവരം അധ്യാപകരിലേക്കും സർക്കാർ ഉദ്യോഗസ്ഥരിലേക്കും എത്തി. എന്താണ് സംഭവിച്ചത്? അവിടെ 4 പെൺകുട്ടികൾക്ക് ബാധ കയറിയതാണോ എന്നൊക്കെ കേട്ട് മറ്റു കുട്ടികൾ ഭയന്നോടിയ വിവരം അറിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥരും ആകെ പരിഭ്രാന്തരായി. എന്ത്, പ്രേതമോ? ഇതെന്താ പുതിയ സംഭവമാണോ എന്നൊക്കെ പറഞ്ഞ് അവർ അത്ഭുതപ്പെട്ടു. കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ പ്രേതബാധ എന്ന് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകുമല്ലോ. എന്നാൽ അവിടെ നടന്ന മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് ചില വിദ്യാർത്ഥികൾ തുറന്നു പറയുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു ഹോണ്ടഡ് ഹോസ്റ്റലാണെന്നാണ് അവരുടെ ഒരു വാദം. ഇതാദ്യമായല്ല ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. ഇതിനു മുൻപും പലതവണ ഇത്തരം സംഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് കുട്ടികൾ പറയുന്നു. കുളിക്കാൻ പോകുമ്പോഴോ മുറിക്കുള്ളിൽ പോയി പഠിക്കാനിരിക്കുമ്പോഴോ ഒക്കെ തികച്ചും നിശബ്ദമായ അന്തരീക്ഷത്തിൽ വിചിത്രമായ പല ശബ്ദങ്ങളും കേൾക്കാറുണ്ടത്രേ. അതേതെങ്കിലും പക്ഷികളുടെയോ മൃഗങ്ങളുടേതോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെയോ ശബ്ദമല്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ആ ചെറിയ കുട്ടികൾ വളരെ വിചിത്രവും ഭയാനകവുമായ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പിന്നെ സാധാരണ പ്രേത സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഈ കൊലുസിന്റെ ചിൽ എന്ന ശബ്ദം കേട്ടതായി ഈ പെൺകുട്ടികൾ അധ്യാപകരോടും അന്വേഷിക്കാൻ വന്ന സർക്കാർ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടുണ്ട്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് ഈ ഡോമ ഗ്രാമത്തിലെ ആ സ്കൂളിലെത്തി. കാരണം ഈ സ്കൂളിന്റെ പൂർണ്ണ നിയന്ത്രണം അവർക്കാണ്. ആ സ്കൂളിൽ നല്ലത് നടന്നാലും ചീത്ത നടന്നാലും പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്കാണല്ലോ. അങ്ങനെ അവർ സ്കൂളിലെത്തി പൂർണ്ണമായും പരിശോധന നടത്തി. ഹോസ്റ്റലിന്റെ ഓരോ മുക്കും മൂലയും അവർ അരിച്ചുവിറക്കി. പക്ഷെ അവർ പരിശോധിച്ച സമയത്ത് അവിടെ വിചിത്രമായോ സംശയാസ്പദമായോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ പ്രേത സിനിമകളിലൊക്കെ കാണാറില്ലേ, നായകൻ പ്രേതത്തെ കണ്ട് പേടിച്ച് മറ്റുള്ളവരെ വിളിച്ചു കൊണ്ടുവരുമ്പോഴേക്കും അവിടെ ഒന്നും ഉണ്ടാവുകയില്ല. ഒടുവിൽ എല്ലാവരും കൂടെ നായകനെ ഭ്രാന്തനായി മുദ്രകുത്തും. ഏകദേശം അതുപോലെയായിരുന്നു അവിടെയും കാര്യങ്ങൾ. ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. ഇതിനെക്കുറിച്ച് ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെയാണ്: കുട്ടികൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിനെ സെലക്റ്റീവ് ഹിസ്റ്റീരിയ എന്നും വിളിക്കാം. ഇത് കൂടാതെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ തലമുറകളായി കൈമാറി വരുന്ന ചില പരമ്പരാഗത വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമുണ്ട്. അവർ വളർന്നു വന്ന സാഹചര്യവും അന്തരീക്ഷവും കാരണം ഇത്തരം വിശ്വാസങ്ങൾ ചെറുപ്പത്തിലെ അവരുടെ മനസ്സിൽ അങ്ങ് ഉറച്ചു പോയിട്ടുണ്ടാകും. അമിതമായ ഈ അന്ധവിശ്വാസങ്ങളും മാനസിക സമ്മർദ്ദവും കാരണമാകാം ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും അത് അമാനുഷികമായ എന്തോ ഒന്നാണെന്ന് ആ കുട്ടികൾ തെറ്റിദ്ധരിക്കുന്നത്. സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ ഈ നിഗമനത്തിലെത്തിയത്. എന്നാൽ പേടിച്ചോടിയ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് എന്താണ്? കാരണം അവരാണല്ലോ പേടിച്ചോടിയത്, അവരോടും ചോദിക്കണമല്ലോ. ഉദ്യോഗസ്ഥർ ഓരോ കുട്ടികളെയായി വിളിച്ച്
ഭയപ്പെടാനൊന്നുമില്ല, നിങ്ങൾ സ്കൂളിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് കുട്ടികൾ അതിനുള്ള ചില കാരണങ്ങൾ വെളിപ്പെടുത്തുന്നു. ആ ഹോസ്റ്റലിന്റെ പരിസരത്ത് ഒരു മരമുണ്ട്. മഹാദേവന്റെ മരം എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ആ മരത്തിലാണ് ആളുകൾ ബാധയൊഴിക്കാനും പ്രേതബാധ മാറ്റാനുമായി വരുന്നത്. തലമുടി ആ മരത്തിൽ വെച്ച് ആണി അടിച്ച് തറയ്ക്കുക, ആത്മാക്കളെയും പ്രേതങ്ങളെയും ആ മരത്തിലേക്ക് ആവാഹിക്കുക തുടങ്ങി പലതരത്തിലുള്ള ആഭിചാര ക്രിയകളും വിചിത്രമായ ചടങ്ങുകളും അവിടെ നടക്കാറുണ്ട്. ഇന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒരുപാട് പേർ ഇത്തരം കാര്യങ്ങൾക്കായി ഈ മരം ഉപയോഗിക്കാറുണ്ട്. ആ മരത്തിൽ ഒരുപാട് ആണികൾ തറച്ചതിന്റെ പാടുകളും മറ്റു പല ആഭിചാര ക്രിയകൾ ചെയ്തതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഒടുവിൽ സ്കൂൾ അധികൃതർ ആ മരം വെട്ടിമാറ്റി. മരം വെട്ടിയതിനു ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതത്രേ. ഓ, നിങ്ങൾ ഞങ്ങളുടെ വീട് നശിപ്പിച്ചു അല്ലേ, എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരും എന്ന് പറഞ്ഞ് ആ പ്രേതങ്ങളും ഭൂതങ്ങളും ദേഷ്യപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് കുട്ടികൾ വിശ്വസിക്കുന്നു. ആത്മാക്കൾക്ക് തങ്ങാൻ വേറെ മരങ്ങളോ ഇടങ്ങളോ ഇല്ലാതെ വന്നപ്പോൾ അവ ഓരോന്നായി ഹോസ്റ്റലിലെ കുട്ടികളുടെ ശരീരത്തിലേക്ക് ബാധിക്കാൻ തുടങ്ങിയതെന്നാണ് ആ പാവം കുട്ടികൾ പറയുന്നത്. പാവം കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാനാണ്? ഇതിനെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ മറ്റൊരു കഥയാണ് പറയുന്നത്. അതായത് ഈ ഡോമ സ്കൂളിന് തൊട്ട് പിന്നിൽ ഒരു ക്ഷേത്രമുണ്ട്. സ്കൂളിൽ നിന്നുള്ള ഡ്രെയിനേജ് പൈപ്പുകളും മലിനജലവും ഈ ക്ഷേത്രത്തിന് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇത് കാരണം ആ ക്ഷേത്രം അശുദ്ധമായി. ഇത് മാത്രമല്ല, ഡ്രെയിനേജ് നിർമ്മിക്കാനായി സ്കൂൾ അധികൃതർ ക്ഷേത്രത്തിന്റെ സ്ഥലം കയ്യേറിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇതൊരു സർക്കാർ സ്കൂളാണ്, എങ്കിലും ക്ഷേത്രത്തിന്റെ കാര്യമായതുകൊണ്ട് ആളുകൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ക്ഷേത്രഭൂമി കൈമാറുകയും അശുദ്ധി വരുത്തുകയും ചെയ്തതുകൊണ്ട് അവിടുത്തെ ദൈവത്തിന് വലിയ കോപമുണ്ടായി. ദൈവകോപം കാരണമാണ് കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ വാദം. ഇതൊക്കെ കൂടാതെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള മറ്റൊരു സ്ഥിരം കഥയും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അതെന്താണെന്നല്ലേ? അടുത്തിടെ ആ സ്കൂളിന് സമീപത്ത് വെച്ച് ഒരു ആദിവാസി യുവാവ് മരണപ്പെട്ടിരുന്നു. ആ സ്കൂളിന് വളരെ അടുത്ത് വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആ യുവാവിന്റെ ആത്മാവാണ് പ്രേതമായി അവിടെ ചുറ്റിത്തിരിയുന്നത് എന്നും അതാണ് കുട്ടികൾക്ക് ഇത്രയും ഉപദ്രവം ഉണ്ടാക്കുന്നത് എന്നും ചില കുട്ടികളും നാട്ടുകാരും പറയുന്നു. എന്നാൽ സ്കൂൾ അധികൃതരിൽ ഒരാൾ പോലും ഈ ആരോപണങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം അന്ധവിശ്വാസം മാത്രമാണ്. അവരിതിനെ വളരെ ശാസ്ത്രീയമായി തന്നെയാണ് കാണുന്നത്. സത്യത്തിൽ ഞാനീ പറഞ്ഞ 3 കാരണങ്ങൾ, മരം വെട്ടിയത്, ദൈവകോപം, യുവാവിന്റെ മരണം, ഇതൊക്കെ ചേർന്നാണ് കുട്ടികളുടെ മനസ്സിൽ അന്ധവിശ്വാസവും ഭയവും വിതച്ചത്. ഇത് അവരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഒടുവിൽ കുട്ടികളെ കടുത്ത ഭയത്തിലേക്കും ആൻസൈറ്റിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഈ സ്കൂളിന്റെയും ഹോസ്റ്റലിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ബാധ കയറിയ ഒരു വീട് പോലെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആകെ ശൂന്യമായി കിടക്കുന്ന സ്കൂൾ മുറ്റത്ത് കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്, അത്രമാത്രം. അവിടെ ചില സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ലാതെ വിദ്യാർത്ഥികൾ ആരെയും വലിയ രീതിയിൽ കാണാൻ പോലുമില്ല. സ്കൂൾ ക്യാമ്പസും ഹോസ്റ്റലും ഉൾപ്പെടെയുള്ള ആ കാഴ്ച കണ്ടാൽ തന്നെ അറിയാം കുട്ടികൾ എത്രത്തോളം പേടിച്ചിട്ടുണ്ടെന്ന്. അതിനിടയിലാണ് മഹാരാഷ്ട്ര അന്ധശ്രദ്ധോ നിർമൂലൻ സമിതി എന്ന സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇതൊരു സ്വതന്ത്ര സംഘടനയാണ്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒരു പ്രസ്ഥാനമായി തന്നെ പ്രവർത്തിക്കുക എന്നതാണ് ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യം. സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന അന്ധവിശ്വാസങ്ങളെ വേരോടെ പിഴുതെറിയുകയാണ് ഇവരുടെ ഒരു ജോലി. അങ്ങനെ ഒരു സംഘടനയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടാതിരിക്കുമോ? വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഇതിലെ പ്രധാന ഭാരവാഹികൾ രംഗത്തെത്തി. ഇത്രയധികം കുട്ടികൾ, 600ഓളം വിദ്യാർത്ഥികൾ പേടിച്ചോടാൻ മാത്രം അവിടെ എന്താണ് നടന്നത്? ഇതൊരു വെല്ലുവിളിയെ ഏറ്റെടുത്ത് നമുക്ക് നേരിട്ട് പോയി പരിശോധിക്കാം എന്ന് പറഞ്ഞ് അവരവിടെ എത്തി. അവിടെ എത്തിയ സംഘം കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും സംസാരിച്ചതിനു ശേഷം അവർ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് നൽകി. മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും അവർ ലളിതമായി വിശദീകരിച്ചു കൊടുത്തു. മാതാപിതാക്കൾക്കും അവർ ധൈര്യം നൽകി. കാരണം കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ അതിൽ പലപ്പോഴും ഭാവന കൂട്ടിച്ചേർത്ത് പറയാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികൾ കാണുന്ന കാര്യമായിരിക്കില്ല അത് മറ്റുള്ളവരോട് വിവരിക്കുന്നത്. ഇവയൊക്കെ ശാസ്ത്രീയമായി വിശകലനം ചെയ്താണ് സംഘടന കൗൺസിലിംഗ് നൽകിയത്. പ്രേതവും ആത്മാവും പിശാചും ഒന്നും ഇല്ല മക്കളെ. ശാസ്ത്രീയമായി നോക്കിയാൽ ഇതിന് പിന്നിലെ അവസ്ഥ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി ക്ലാസ് എടുത്ത് നൽകി. ഇതിന്റെ ഫലം എന്താണെന്നറിയാമോ? ഭയന്നോടിയ ചില കുട്ടികൾ ഇപ്പോൾ സ്കൂളിലേക്കും ഹോസ്റ്റലിലേക്കും തിരികെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സ്കൂൾ ഹെഡ് മാസ്റ്ററായ സഞ്ജയ് ചൗധരി പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന പ്രവർത്തനം വളരെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന സമിതിക്കാരും മറുവശത്ത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. ഞങ്ങളും അധ്യാപകരും ചേർന്ന് കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഇവിടെ നിന്ന് ഭയന്നോടിയ മുഴുവൻ കുട്ടികളും വൈകാതെ തന്നെ തിരിച്ചെത്തും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ തന്നെ ചില കുട്ടികൾ വരാൻ തുടങ്ങിയത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ മനസ്സിലെ ഭയം മാറ്റി അവരുടെ ഉള്ളിൽ ധൈര്യം വിതയ്ക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അമരാവതിയിലെ MP ആയ ബൽവന്ത് വാങ്കഡയുടെ ശ്രദ്ധയിലും ഈ ഒരു വിഷയം എത്തിയിട്ടുണ്ട്.
അദ്ദേഹം കുട്ടികളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കുട്ടികളെ, നിങ്ങൾ ആവശ്യമില്ലാതെ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും കൃത്യമായി ക്ലാസ്സിൽ വന്ന് പഠിക്കണം. MP എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? അതായത് പണ്ട് നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ സ്കൂളിൽ പോകാതിരിക്കാൻ പനിയാണെന്നോ കൈകാലുകൾ വേദനിക്കുന്നു എന്നോ പേടി സ്വപ്നം കണ്ടു എന്നൊക്കെ ഓരോ കഥകൾ പറയാറില്ലേ? അതുപോലെ സ്കൂളിൽ പോകാതിരിക്കാൻ കുട്ടികൾ ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കാം ഇത് എന്നാണ് പലരും കരുതുന്നത്. MP ഏകദേശം ആ ഒരു അർത്ഥത്തിലാണ് സംസാരിച്ചത്. ഇത് കേട്ടതോടെ ആ പ്രദേശത്തുള്ള പലരും, പ്രത്യേകിച്ച് അധ്യാപകർ ഉൾപ്പെടെയുള്ള വിവരമുള്ള ആളുകൾ പറയാൻ തുടങ്ങിയത് എന്താണെന്ന് അറിയാമോ? ഓഹോ, അപ്പോൾ സ്കൂൾ കട്ടിയാനും ക്ലാസ്സിൽ വരാതിരിക്കാനും കുട്ടികൾ കണ്ടുപിടിച്ച പുതിയ ടെക്നിക്കാണോ ഇത് എന്ന് പറഞ്ഞവർ പരസ്പരം സംസാരിച്ചു തുടങ്ങി. എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ചില മാസങ്ങൾക്ക് മുൻപും സമാനമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കുട്ടികൾ വളരെ വിചിത്രമായി പെരുമാറുന്നുവെന്നും പറഞ്ഞ് വാർത്തകൾ വന്നതും അന്നും ഇതിന് സമാനമായ രീതിയിൽ ആയിരക്കണക്കിന് കാരണങ്ങൾ പ്രചരിച്ചതും നമ്മൾ കണ്ടതാണ്. പിന്നെ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച സ്കൂൾ മാനേജ്മെന്റ് ശാസ്ത്രീയമായ കാരണങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഇതൊന്നും ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമാണെന്ന് കരുതരുത്. ലോകമെമ്പാടും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഓജോ ബോർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡ് ഉപയോഗിച്ച് ഞങ്ങൾ ആത്മാക്കളോട് സംസാരിക്കുകയാണെന്നും പറഞ്ഞ് ചിലർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പിന്നീട് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ കാരണം ആളുകളുടെ ശാരീരിക മാനസിക നില തെറ്റുന്നതിന് പിന്നിൽ പ്രേതമോ ആത്മാവോ ആണെന്ന് ഇതുവരെ ആരും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല. ഇതൊരു തർക്ക വിഷയമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 2023 കൊളംബിയയിൽ സമാനമായൊരു സംഭവം നടന്നു. അവിടെ ഒരു സ്കൂളിലെ 28 പെൺകുട്ടികൾ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീണു. സ്കൂളിലെ ജീവനക്കാർ കുട്ടികളെയും കൈകളിൽ എടുത്തുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ഓടിയത്. എല്ലാ കുട്ടികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനെക്കുറിച്ച് മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്റെ മകൾ ഓജോ ബോർഡിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. ഒരു പക്ഷെ അവരത് പരീക്ഷിച്ചു നോക്കിയതാകാം. ഒരു രക്ഷിതാവ് മാത്രമല്ല, പല മാതാപിതാക്കളും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. അങ്ങനെ കുട്ടികൾ ഓജോ ബോർഡ് ഉപയോഗിച്ചത് കൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത് എന്ന നിഗമനത്തിൽ എല്ലാവരും എത്തിച്ചേർന്നു. എന്നാൽ പിന്നീട് അന്വേഷണം നടത്തിയ സ്കൂൾ മാനേജ്മെന്റ് കുട്ടികളത് പരീക്ഷിച്ചിട്ടുണ്ടാകാം, പക്ഷെ കുട്ടികൾ ബോധം കെട്ട് വീണത് ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. ഇതിനു മുൻപ് 2022 ഇതേ കൊളംബിയയിൽ തന്നെ 11 വിദ്യാർത്ഥികൾ സമാനമായ രീതിയിൽ ബോധം കെട്ട് വീണിരുന്നു. എന്നാൽ അന്ന് വന്ന മെഡിക്കൽ റിപ്പോർട്ട് എന്താണെന്ന് അറിയാമോ? ഫുഡ് പോയ്സൺ എന്നായിരുന്നു. അതായത് നമ്മൾ അറിയാതെ നമ്മൾ കഴിക്കുന്ന മോശം ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളെ നമ്മുടെ മനസ്സിന്റെ ഭയവുമായി കൂട്ടിച്ചേർക്കുമ്പോൾ അയ്യോ ഇത് പ്രേതം ചെയ്തതാണ് എന്ന അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. കൊളംബിയയിൽ പലതവണ സംഭവിച്ചതും ഇത് തന്നെയാണെന്ന് വ്യക്തമാണ്. ഇന്ത്യയിലും കൊളംബിയയിലും മാത്രമല്ല, ഇനിയും ഒട്ടനവധി രാജ്യങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിൽ തങ്ങി പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ തങ്ങൾക്ക് അമാനുഷികമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവകാശപ്പെടാറുണ്ട്. അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയൂ. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതിൽ ഒരു പക്ഷം പിടിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. എങ്കിലും എല്ലാ കാര്യങ്ങളെയും പ്രേതവും പിശാചുമാണ് എന്ന് പറയുന്നതിനോട് പൂർണ്ണമായും യോജിക്കാനും കഴിയില്ല. കാരണം ഇത്തരം വാർത്തകൾ തുടർച്ചയായി വരാൻ തുടങ്ങിയാൽ സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതൊരു നല്ല കാരണമായി മാറും. ഇന്നെനിക്ക് സ്കൂളിൽ പോകണ്ട, സ്കൂളിൽ പ്രേതത്തെ കണ്ടു അമ്മേ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ സ്കൂളിൽ അയക്കില്ലല്ലോ എന്ന ചിന്ത കുട്ടികളുടെ മനസ്സിൽ വരും. രക്ഷിതാക്കളുടെ മനസ്സിൽ ഭയം വിതയ്ക്കുന്ന കുട്ടികളുടെ ഇത്തരം ചിന്തകളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അതുകൊണ്ട് കുട്ടികൾ, നിങ്ങൾ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ച് അന്ധവിശ്വാസത്തിൽ മുഴുകി പോകരുത്. ആ വഴിക്ക് നിങ്ങൾ പോകരുത്. അതിനുവേണ്ടിയാണ് ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഭൗതികമായ ഒരു ഊർജം, ഫിസിക്കൽ എനർജി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആത്മാക്കളുടെയോ പ്രേതങ്ങളുടെയോ ഊർജം, അതായത് ഒരു സ്പിരിറ്റ് എനർജി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ശാസ്ത്രീയമായ യാതൊരു തെളിവുമില്ല. അതായത് ആത്മാവ്, പ്രേതം, പിശാച് എന്നൊക്കെ പറയുന്നത് മനുഷ്യരുടെ കേവലമായ വിശ്വാസങ്ങൾ മാത്രമാണ്. അത് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ പോലും അവിടെയും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നതുവരെ ഇതെല്ലാം കേവലം വിശ്വാസം മാത്രമാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമന്റിൽ പറയുക. ബെസ്റ്റ് കമന്റ് അടുത്ത വീഡിയോയിൽ വരും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.